പുല്ലാട് വടക്കേക്കവലയിലെ സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ പൈസയ്ക്കായി നിക്ഷേപകരുടെ സമരം. പലചരക്ക് കട നടത്തി മിച്ചമുണ്ടായിരുന്ന പൈസ സൊസൈറ്റിയിൽ കൊണ്ടിട്ടത് ഇപ്പോൾ വാർദ്ധക്യകാലത്ത് ചികിത്സയ്ക്ക് പോലും പൈസ കൊടുക്കാതെ ബാങ്ക്. പ്രമുഖ കോൺഗ്രസ് നേതാവായ ബാങ്ക് പ്രസിഡന്റിനെ കാണാനില്ല എന്നാണ് പരാതി. പാതിരാത്രിയിൽ വന്നാണത്രേ ഒപ്പൊക്കെ ഇടുന്നത്. പൈസ തരുന്നതുവരെ സമരം ചെയ്യാനാണ് ഇവരുടെ തീരുമാനം. കൂടുതൽ നിക്ഷേപകർ സമരത്തിന് ഒരുങ്ങുന്നതുമായാണ് വിവരം. ഞങ്ങളിവിടെ 2016 എൻ്റെ അച്ഛൻ്റെ പേരിൽ അച്ഛൻ ഇട്ടിരുന്ന FD ആണ്. അത് 2018 എൻ്റെ അച്ഛൻ്റെ അറിവോ സമ്മതമോ ഇല്ലാതെ ഇവരത് പുതുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് തൊട്ട് നമ്മൾ പൈസ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ഇവർ ഈ പൈസ തരുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് പലിശയും മുടങ്ങി. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ മാസം പലിശ കൊടുത്തു 17,000 രൂപ പലിശ കൊടുത്തിട്ട് 10,000 രൂപ കൈ കൊടുത്തിട്ട് 7,000 രൂപ പിന്നെ ഇവിടെ ഡിപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പൈസയായിട്ട് കൊടുക്കാൻ നേരവും തയ്യാറാവുന്നില്ല. നിരവധി തവണ നമ്മൾ ഇവിടെ പൈസയ്ക്ക് ദിവസവും എല്ലാ ദിവസവും ഈ ചേച്ചിയും ഇവിടെ പൈസയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ ഇവിടെ ദിവസവും പൈസയ്ക്ക് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പൈസ കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്നലെ പത്തനംതിട്ട SP ഒരു പരാതി കൊടുക്കുകയുണ്ടായി. ആ പരാതി കൊടുത്തതിന് ശേഷമാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കാൻ തീരുമാനിച്ചത്. കാരണം ഞങ്ങൾ ഈ പൈസ കിട്ടാതെ ഇനി ഇവിടെ ഇറങ്ങത്തില്ല. ഈ ബാങ്ക് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്നടയ്ക്കണമെങ്കിൽ ഞങ്ങളുടെ പൈസ തരാതെ ഈ ബാങ്ക് അടയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ഇവിടുത്തെ ഒരു ഭരണസമിതിയുണ്ട്. ഞങ്ങൾ അറിഞ്ഞത് കേട്ടത് ശരിയാണെങ്കിൽ ഇവിടെ ബോർഡ് കൂടിയിട്ടുണ്ട് 6 മാസത്തിൽ കൂടുതലാണെന്നാണ് പറയുന്നത്. ഈ ഭരണസമിതിയിൽ നിന്ന് ഒരാൾ വന്നിട്ട് അല്ലെങ്കിൽ പ്രസിഡന്റ് വന്നിട്ട് പറയുക ഒരു 5 or 6 ദിവസം അല്ലെ 10 ദിവസം അല്ലെ 1 മാസം അല്ലെ 6 മാസം ഞങ്ങൾക്ക് സമയം ഞങ്ങൾ ഈ പൈസ തരാമെന്ന് ഈ സെക്രട്ടറിയോട് ഇവിടെ വരുമ്പോൾ പറയുന്നതല്ലാതെ ഒരു ഉദ്യോഗസ്ഥരോ ഒരു ബോർഡ് അംഗങ്ങൾ പോലും നമ്മളെ വന്ന് സമാധാനിപ്പിക്കാനോ നമുക്ക് ഈ പണം എപ്പോൾ കിട്ടുമെന്നോ നിങ്ങൾക്ക് ഈ പണം കിട്ടുമെന്നോ ഒന്ന് പറയാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് 82 വയസ്സുള്ള എൻ്റെ അച്ഛനും 70 വയസ്സുള്ള എൻ്റെ അമ്മയും ഞാനും കൂടി വന്ന് ഇരിക്കുന്നത്. ഇത് 195 നമ്പർ സഹകരണ ബാങ്ക്. ഈ ബാങ്കിൽ 30 വർഷം LDFന്റെ പ്രതിനിധിയായിട്ട് എൻ്റെ അച്ഛനുണ്ടായിരുന്നു. ഈ PK ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറഞ്ഞാൽ 94 പതിച്ച ഈ കല്ലിൽ കാണുന്ന ഈ PK ഗോപാലകൃഷ്ണൻ നായർ എന്ന് പറയുന്നത് 30 വർഷം ഇവിടുത്തെ ബോർഡ് മെമ്പറായിരുന്നു. 2016 ഇവിടുത്തെ സെക്രട്ടറി അടക്കം ബോർഡ് പ്രസിഡന്റ് അടക്കം വന്ന് പറഞ്ഞിട്ടാണ് അതുവരെ അതായത് 66 വർഷം ചെറിയ പലചരക്ക് നടത്തി അതിൽ നിന്ന് കിട്ടിയ സമ്പാദ്യം ഇവിടെ കൊണ്ട് നിക്ഷേപിച്ചത്. ഇത് മൊത്തം നമുക്കിപ്പം കിട്ടാനുള്ളത് 12 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. അതിനകത്ത് 90,000 രൂപ ചിട്ടി പിടിച്ചതുണ്ടായിരുന്നു. അത് 3 പ്രാവശ്യമായിട്ട് 10,000, 30,000 ബാക്കി പൈസ ഇന്നലെയും കൂടെ തന്നാണ് അത് തീർന്നത്. അതിപ്പോ ബാങ്ക് തരാം അത് പറയുന്നത് സെക്രട്ടറി മാത്രം, സ്റ്റാഫുകൾ മാത്രമേ പറയുന്നുള്ളൂ. ഇവിടുന്ന് ലോൺ എടുത്ത ലോൺ തിരിച്ചു വരാനുണ്ടെന്നാ പറയുന്നത്. ഞങ്ങളോട് പറഞ്ഞ സമയങ്ങളെല്ലാം കഴിഞ്ഞു. പ്രസിഡന്റിന്റെ ചെയർ ഒന്ന് മാറ്റിയിടാൻ പറഞ്ഞു. വേറെ ആരെങ്കിലും ഇവിടെ നിർത്താനാ പറഞ്ഞത്. മനുഷ്യരെ കുറെയൊക്കെ വേണമല്ലോ. മനുഷ്യന്റെ എണ്ണം എന്ന് പറയാൻ കുറച്ചു മണിയൊന്നും അല്ല. എന്റെ സാറേ, ഞാൻ ഫെബ്രുവരി 13 തുടങ്ങി നടക്കുക ഇവിടെ ഈ പൈസയ്ക്ക് വേണ്ടി. 1,07,000 രൂപ ഉണ്ടായിരുന്നു. 50,000 രൂപ ഏതായാലും അലച്ചലച്ച് തന്നു. 57,000 രൂപ ഉണ്ടായിരുന്നു. ഞാൻ ശനിയാഴ്ച പറഞ്ഞു തിങ്കളാഴ്ച എൻ്റെ മോടെ കല്യാണമാണ് പറഞ്ഞാൽ അവർ പറഞ്ഞു ശനിയാഴ്ച 3 മണിക്ക് മുമ്പേ കൊണ്ട് പൈസ തരാൻ ബാക്കിയെന്ന് പറഞ്ഞു. വിളിയുമില്ല, ഒന്നുമില്ല. കല്യാണവും കഴിഞ്ഞു. ഇനി ബുധനാഴ്ചയുമായി. എനിക്ക് പൈസ കൊടുക്കാനുള്ളവരുണ്ട്. ഞാൻ തിരിച്ചും മറിച്ചും ഞാനിപ്പം നിൽക്കുന്നത്. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന്. അത്രയ്ക്ക് നിൽക്കും. ഞാൻ പണയം കളയാൻ പാട്ട് വെച്ചിട്ടുണ്ട്. അവരോട് ചോദിച്ചാലും അറിയാം. എൻ്റെ 2 സ്വർണ്ണം അവിടെ ഇരിപ്പുണ്ട്. ഞാൻ കള്ളം പറയല്ല, ഞാൻ സത്യസന്ധം പറയാം. 2 സ്വർണ്ണം അവിടെ ഇരിക്കുന്നത്. അല്ല, എൻ്റെ ഹസ്ബൻഡിൻ്റെ ആണ്. പിന്നെ ഈ 11,60,000 രൂപ. ഞങ്ങൾ 2 പേരും അസുഖക്കാരാണ്. ഞങ്ങൾക്ക് ചികിത്സയ്ക്ക് പോലും ഇപ്പം ഞങ്ങളുടെ ഈ പൈസ ഒന്നുമില്ല. ഞങ്ങളെ മക്കളെ ബുദ്ധിമുട്ടിക്കണം. ഞാൻ നിരന്തരം ഇവിടെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഈ ഇവിടുത്തെ ജോലിക്കാർ പറയുന്നുണ്ട് തരാമെന്ന് പറയുന്നതല്ലാതെ അവരുടെ ഭാഗത്തുനിന്ന് മറ്റും ഒന്നും പൈസ കിട്ടുന്നില്ല. ഞങ്ങൾ ഇവിടുത്തെ ബോർഡ് മെമ്പർമാരെ ആരെയും കാണുന്ന പോലും ഇല്ല. അവരാരും ഞങ്ങളെ ഈ ബോർഡ് മെമ്പർമാരുടെ ബന്ധുക്കളാണ് ഇവിടെ ലോൺ എടുത്തിരിക്കുന്നത്. ബോർഡ് മെമ്പർമാർ എല്ലാവരും ലോൺ എടുത്തിട്ടുണ്ട്. ആർക്കും ഒരു നോട്ടീസ് അയക്കാൻ അമ്മാവൻ നോട്ടീസ് അയക്കാനൊക്കെ അമ്മാവൻ നോട്ടീസ്. ഞാൻ ബോർഡ് മെമ്പർ ആയിരുന്നപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട മരിക്കുന്ന സുമാരന ഞാൻ നോട്ടീസ് അയക്കും. പുള്ളിയെ കൊണ്ട് അവരെന്നെ കൊണ്ട് കേസ് പറയിപ്പിക്കണം. നമ്മൾ ഇവിടെ ബാങ്ക് എനിക്ക് എല്ലാവരും നിങ്ങളെല്ലാവരും എനിക്ക് തുല്യമാണ്. ഒരു സാധാരണക്കാരൻ നോട്ടീസ് അയച്ചാൽ ഇവിടുത്തെ വലിയ ആളെന്ന് നോട്ടീസ് അയക്കാന്ന് പറയും. അവർ സാധാരണക്കാരനെ മാത്രം നോട്ടീസ് അയക്കും. മറ്റേ ഫോണിൽ കൂടി അപ്പോൾ നടക്കത്തില്ല. ഞാൻ അതേക്കുറിച്ച് സാറിനോട് ഉടയ്ക്കാം, പ്രസിഡന്റിനോട് ഉടയ്ക്കാം. നടക്കത്തില്ല. ബഹുമാനമുള്ളവർ നോട്ടീസ് അയച്ചേക്കുന്നത്. പിന്നെ നിർബന്ധിച്ച് നോട്ടീസ് അയച്ചേച്ച് പറഞ്ഞു ഞങ്ങളുടെ നിർബന്ധം കൊണ്ടല്ല ഗോപാലകൃഷ്ണന്റെ നിർബന്ധം കൊണ്ടായിരിക്കും
ഞാനും സുധാനന്ദാരും ഒരു കുടുംബത്തിലെ അതിവർക്ക് അറിയത്തില്ല. ആ പുള്ളി എന്നെ വിളിച്ചിട്ടാണ് ഞാനും നീയോട് ഞങ്ങൾക്ക് അത്ര വിരോധം. ഞാൻ പറഞ്ഞു എന്താ നീ ഞാൻ പറഞ്ഞില്ല, നോട്ടീസ് അയക്കുമ്പോൾ എല്ലാവർക്കും നോട്ടീസ് അയക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുധാനന്ദ സാറിന് നോട്ടീസ് അയക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരൻ നോട്ടീസ് അയച്ചിട്ട് 30 രൂപ ചെലവ് എഴുതുകയും മറ്റവർക്ക് നോട്ടീസ് അയക്കുക ഫോൺ കൂടെ വിളിച്ചു പറയും, സർക്കാരിൻ്റെ ചെലവ് വിളിച്ചു പറയും, ബാങ്കിന്റെ ചെലവ് വിളിച്ചു പറയും. ഞാൻ അതിനെ എതിർത്തു. ഞാൻ അതിനെ എതിർത്തു. എസ് എന്താ പറഞ്ഞു? SP പറഞ്ഞത് ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പൈസ കിട്ടാനുള്ള എല്ലാ സംവിധാനം ചെയ്തു തരാമെന്നാണ് SP-യുടെ. പക്ഷെ ഇത് ഞങ്ങൾ സമരം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ ഈ ബാങ്കിന് പൈസ കിട്ടാതെ ഈ ബാങ്ക് എത്ര ദിവസങ്ങളിൽ അടയ്ക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. എത്ര സമരം ചെയ്താലും സമ്മതിക്കത്തില്ല.